ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും, പ്രതികൂലങ്ങളിലും, കഷ്ടങ്ങളിലും, തീ പോലെയുള്ള പ്രതികൂല നടുവിലൊക്കെയും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഒരിക്കൽ കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകിയ കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് 43-ാം സങ്കീർത്തനമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. പുതിയ നിയമമായി ഈ വാക്യം നാം ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്, ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രകാശവും സത്യവും അയച്ചു തരണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുക്രിസ്തു തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ അയച്ചു തരണമെന്ന് പറയുമ്പോൾ പുതിയ വിശ്വാസികളായി നമുക്ക് പറയാൻ കഴിയും, ആ പ്രകാശവും സത്യവും നമുക്ക് വേണ്ടി പിതാവാം ദൈവം അയച്ചു തന്നു കഴിയും. അതെ, ദൈവസന്നിധിയിൽ അകന്നുപോയ, പാപത്തിൽ വീണുപോയ മാനവരാശിയുടെ പാപ പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ഉദ്ധരിക്കാൻ വേണ്ടി, അവനെവിടെ എവിടുന്നാണോ വീണത് തൽസ്ഥാനത്തേക്ക് അവനെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി തൻ്റെ ഓമനപുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി പിതാവാം ദൈവം അയച്ചു തന്നു കഴിഞ്ഞു. അടുത്ത അദ്ദേഹം പറയുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവ എന്നെ നടത്തുമാറാകട്ടെ. ഏതാ ഈ പ്രകാശവും സത്യവും? കർത്താവ് യേശുക്രിസ്തു എന്നെ നടത്തുമാറാകട്ടെ. കർത്താവ് യേശുവാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. കർത്താവ് യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ, ഒരു ദൈവഭക്തനെ മുന്നോട്ട് നയിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധികളിലും ആ കർത്താവിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകനോട് ഇപ്രകാരം വിളിച്ചു പറയുന്നുവല്ലോ, ഞാൻ നിന്നെ സഹായിപ്പാൻ നിന്റെ വലങ്കരം പിടിക്കുന്ന കർത്താവ്. അതെ പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളിലും, പ്രതികൂലങ്ങളിലും, കഷ്ടങ്ങളിലും, തീ പോലെയുള്ള പ്രതികൂല നടുവിലൊക്കെയും നമ്മെ കരം പിടിക്കുന്ന സർവശക്തനായ ഒരു കർത്താവുണ്ട്. ഏത് പ്രതികൂലങ്ങളിലും അവൻ മുന്നോട്ട് നയിക്കുന്ന കർത്താവാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നത്തെയും നാം സ്തോത്രം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പ്രശ്നത്തെയും നാം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്നെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം നൽകുവാനായിത്തീരും. അടുത്ത് പറയുന്നു, അവ എന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. അതേ കർത്താവ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് കർത്താവിനെ അല്ലെങ്കിൽ പിതാവിന്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുവാനാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപ നഷ്ടപ്പെടുത്തി കളയാതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്തി കളയാതെ, ആ കൃപയിൽ നാം നിലനിൽക്കുന്നുവെങ്കിൽ അതിന് ആത്യന്തികമായ ലക്ഷ്യമുണ്ട്. അത് നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ, പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ, തിരുനിവാസത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുവാനായിത്തീരും. അതെ, നാം എല്ലാവരും വളരെ വലിയൊരു പ്രത്യാശയോടെ ആയിരിക്കുകയാണല്ലോ. കർത്താവ് യേശു തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുന്ന ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിനായി നമ്മെല്ലാവരും കാത്തിരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഒരു നാൾ കർത്താവ് യേശു നമ്മെ ചേർക്കുവാൻ വാനം മേഘങ്ങളിൽ വെളിപ്പെടും. അവനായി കാത്തിരിക്കുന്ന, അവരിൽ പ്രത്യാശ വയ്ക്കുന്ന, അവരിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ അന്നത്തെ ദിനമാണ് നമ്മെല്ലാവരും തിരുവാസത്തിൽ എത്തിച്ചേരുന്ന ആ സുദിനം. ആ സുദിനത്തിൽ നമുക്കെല്ലാവരും കാത്തിരിക്കാമോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിച്ചു മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തിരഞ്ഞെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി